ശരിക്കും ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ജർമ്മനിയിൽ? വാ നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഡ് കണ്ടിട്ടുണ്ടായിരിക്കും ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനി വന്ന് ഓപ്പർച്യൂണിറ്റി കാർഡ് വന്നിട്ട് ജോബ് കിട്ടുമെന്ന്. അങ്ങനെയൊന്നുമില്ല. നല്ല ബുദ്ധിമുട്ടാണ് നിലവിലെ സിറ്റുവേഷനിൽ ജോബ് കിട്ടാൻ വേണ്ടി. അതായത് ഇപ്പോൾ ലാംഗ്വേജ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ജർമ്മനിയിൽ ഒരു ഫുൾ ടൈമോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമോ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത്രമാത്രം ഓവർ ക്രൗഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുമ്പോൾ നിങ്ങൾ ഒരു വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ വരാവൂ. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സാധ്യത ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തായാലും നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് വിസയുടെ ഒരു വിസ ടൈം പീരീഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ടൈം പീരീഡിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ടൈം കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിസ കൺവേർട്ട് ചെയ്ത് മാറാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് അത്രയും സ്കിൽഡ് ആണ്, അതുപോലെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജും മിനിമം ഒരു B1 ലെവൽ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടത്തുള്ളൂ. പക്ഷേ അതിപ്പോൾ കിട്ടാൻ നല്ല സാധ്യത കുറവാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡ് വരുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് വരിക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു ഫുൾ ടൈം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ ഒരു വലിയൊരു സേവിങ്സ് എമൗണ്ട് നിങ്ങൾ ബ്ലോക്ക്ഡ് ഇടുന്നതാണ്, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പം നിങ്ങൾ നല്ലോണം ചിന്തിച്ചതിന് ശേഷം മാത്രം ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ലൈ ചെയ്ത് വരിക.